ആ പറഞ്ഞോളി. ഇദ്ഗാമല്ല, ഇഖ്ഫാ, 15 അക്ഷരങ്ങളുള്ള ആ നിയമം. അപ്പോൾ സാക്കിനായ നൂൻ ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ളായാണ് വന്നിരിക്കുന്നത്. ഇഖ്ഫാവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇഖ്ഫാവ് വന്നാൽ മണിക്കണം. ഓക്കെ, എങ്ങനെ മണിക്കണം? മറച്ചു മണിക്കണോ, മറിച്ച് മണിക്കണോ, മണിച്ചു കൂടിച്ചേർക്കണം? മറച്ചു മണിക്കണം ഇഖ്ഫാവ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നിയമം പറയാം. നിങ്ങൾ വല്ലാതെ ദൂരത്തായോ ഇത് നോക്കണമായിരിക്കും. നിയമം എങ്ങനെ പറയാ? സാക്കിനായ നൂൻ ഇഖ്ഫ, നൂൻ സാക്കിൻ ഇഖ്ഫ. എന്താ പറയുക? സാക്കിനായ നൂൻ ഇഖ്ഫ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ ഞാനൊരു ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് ഞാൻ നൂൻ സാക്കിൻ ഇഖ്ഫ എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ പ്രയാസം. പിന്നെ സാക്കിനായ നൂൻ ഇഖ്ഫ എന്ന് പറയാം. ഇപ്പം നൂൻ സാക്കിൻ ഇഖ്ഫ, സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ള വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മറച്ച് മണിച്ചോദനം. ഓക്കെ, എങ്ങനെ? ഫല്യൻദുർ. ഇതേ നമുക്ക് മറച്ച് മണിക്കുന്ന പറയാനുള്ള കാര്യം മനസ്സിലായില്ലേ? എങ്ങനെ മണിക്കാൻ പാടില്ല? നൂനിനെ വ്യക്തമാക്കി മണിക്കരുത്. ഫല്യൻദുർ എന്നാവരുത്. നൂനിനെ എന്ത് ചെയ്യണം? മറച്ച് പിടിച്ച് ഫല്യൻദുർ എന്ന് പറയണം. ഓക്കെ, അതേപോലെ തന്നെ ആ വാക്കിലുള്ള വേറൊരു നിയമം ഏതാ? റായിൻ്റെ നിയമം. റായിനെ ഇവിടെ കനപ്പിക്കണോ ലഘുവാക്കണോ? കനപ്പിക്കണം. എന്താ കാരണം? റായിനെ കനപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ രണ്ടാമത്തെ സ്ഥലം ഇതാണ്. സുക്കൂണുള്ള റായിന് മുമ്പ് എന്ത് വന്നാൽ? ഫതഹോ ലമ്മ വന്നാൽ. റായിന് സുക്കൂന് ആണ് വരുന്നത് എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അടുത്ത പണി നമുക്ക് തൊട്ട് മുമ്പിലേക്ക് നോക്കുക ചെയ്യേണ്ടത്. അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മ ആണെങ്കിൽ കനപ്പിക്കണം, മുമ്പ് കസറാണെങ്കിൽ ലഘുവാക്കണം. ഇവിടെ നോക്കിയ ഫല്യൻദുർ എന്നിടത്ത് റായിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരമായ ലായിന് എന്താ ഹർക്കത്ത്? കസറോ? ലമ്മാണ്, യൻലു. അതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഓക്കെ, നമുക്ക് നിയമം എങ്ങനെ പറയാം? സുക്കൂണുള്ള റായിന് മുമ്പ് ലമ്മ വന്നതിനാൽ റായിനെ കനപ്പിക്കണം. അപ്പം എങ്ങനെ ഓതണം? ഫല്യൻദുർ എന്ന് വേണം ഓതാൻ. ഇനി അത് കഴിഞ്ഞിട്ട് അയ്യുഹ. അയ്യുഹ എന്നുള്ളിടത്ത് അവസാനം എന്തു? ഹായിന് ശേഷം എന്ത് വരുന്നുണ്ട്? അലിഫ് വരുന്നുണ്ട്, ഹുറൂഫുൽ മദ് വരുന്നുണ്ട്. അതിന് ശേഷം ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? ഹംസ അല്ലേ? ഹായിൻ്റെ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏത് മദ്ദ? മദ്ദ അസ്ലിയാണോ? മദ്ദ അസ്ലിയാണോ? മദ്ദ അസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ എന്താ കാരണം? മദ്ദ അസ്ലി ആകുന്നത് എപ്പോഴാ? ഹലിഫിന് ശേഷം അല്ല, ഹുറൂഫുൽ മദ്ദിന് ശേഷം. ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ, ഇതിലേതെങ്കിലും ഒന്ന് വന്നാലോ മദ്ദ ഫറഈ ആകും. ഇപ്പം ഇവിടെ നോക്കിയേ, ആ 3 എണ്ണത്തിൽപ്പെട്ട എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. അയ്യുഹ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ട്? അസ്ക. ഹംസയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മദ് ഫറഈ ആണ്. അപ്പോൾ ഒരു അലിഫ് നീട്ടിയാൽ പോരാ, കുറച്ചധികം നീട്ടണം അല്ലേ? എങ്ങനെയാ? അയ്യുഹ അസ്ക. എങ്ങനെയാ? അയ്യുഹ അസ്ക, അസ്ക. അപ്പോൾ മദ് ഫറഈയുള്ള കാരണം മനസ്സിലായില്ലേ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മദ് ഫറഈനെ പറ്റി വിശദീകരിച്ച് മദ് ഫറഈ എന്താന്ന് പറഞ്ഞു. കാരണം മദ് ഫറഈനെ വിശദീകരിക്കണമെങ്കിൽ അതിൻ്റെ വിഭാഗങ്ങൾ പറയാനുണ്ട്. 4 വിഭാഗങ്ങളുണ്ട് മദ് ഫറഈ. ഇപ്പോൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? എടുക്കാൻ കുറച്ച് കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ അയ്യു അസ്ക. അസ്ക എന്നുള്ളിടത്ത് കാഫിന് എന്ത് വന്നിട്ടുണ്ട്? അത് മദ്. നമ്മളിനി ഹുറൂഫുൽ മദ് എന്ന് പറയുകയല്ലേ ചെയ്യുക, മദ്ദിൻ്റെ പേര് പറയുക ചെയ്യുക. മദ് അസ്ലിയാണോ മദ് ഫറഈ ആണോ? മദ് അസ്ലിയാണ്. എന്തുകൊണ്ട്? അവിടെ കാ എന്നുള്ളിടത്തുള്ള ഹുറൂഫുൽ മദ് ഏതാ വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷം അലിഫാണ് വന്നിരിക്കുന്നത് അല്ലേ? അസ്ക. പക്ഷെ അതിന് ശേഷം എന്തില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് മദ് അസ്ലിയാണ്. ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ഒരലിഫ് നീട്ടണം. അസ്ക ത്വആമൻ. എങ്ങനെ? അസ്ക ത്വആമൻ. അതുപോലെ തന്നെ ത്വആമൻ എന്ന് പറയുമ്പം ഐനിനും എന്ത് വന്നിട്ടുണ്ട്? മദ് അസ്ലി തന്നെ വന്നിട്ടുണ്ട്. ഈ സ്പീഡ് പോട്ടെ, വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ ഐൻ മദ് അസ്ലി ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. എന്താ കാരണം? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂൻ ഷദ്ദ ഒന്നും വന്നിട്ടില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട നിയമം, ത്വആമൻ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? മീമിന് ഇരട്ട ഫതഹ വന്നിട്ടുണ്ട്, തൻവീൻ വന്നിട്ടുണ്ട്. ആ തൻവീന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഫായാണ്. സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഫാ വന്നു കഴിഞ്ഞാൽ ഏതാ നിയമം? ഇഖ്ഫാവ് തന്നെ അല്ലേ? നേരത്തെ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫാവ് വന്നാൽ മറച്ചു മണിക്കണം.
ഓക്കെ, അപ്പം എങ്ങനെയാണ് മറച്ച് മണിക്കേണ്ടത് ഇവിടെ? ത്വആമൻ ഫ. എങ്ങനെ പറയരുത്? ത്വആമൻ ഫ എന്ന് പറയരുത്. ത്വആമൻ ഫ, മൻ ഫ. ഓക്കെ, ഇനി ഒരു ചെറിയ പണി വരാൻ പോകുന്നുണ്ട്. പണിയല്ല, ഫല്യത്തിക്കും. ആ വാക്കിൻ്റെ ലാസ്റ്റത്തെ അക്ഷരം ഏതാ? സുക്കൂണുള്ള മീമാണ് അല്ലേ? സുക്കൂണുള്ള മീം വരുമ്പോൾ സാധാരണ നമ്മൾ കൂടുതൽ വരുന്ന നിയമം ഏതാണ്? ഇൽഹാർ ഷഫവിയാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയാണ് എന്താ വരേണ്ടത്? ബാ മീം അല്ലാത്ത അക്ഷരം വരണം. ഇവിടെ സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ബാ വന്നിരിക്കുന്നു. ഏതാ നിയമം എന്ന് പറയാൻ പറ്റുമോ? ഇഖ്ഫാ ഷഫവി അല്ലേ? ബായിലാണ് സംശയം വരിക. കാരണം സാക്കിനായ നൂനോ തൻവീനു ശേഷം ബാ വരികയാണെങ്കിൽ ഇഖ്ലാബാണ്. സാക്കിനായ മീമിന് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ഷഫവി. പക്ഷെ അതേ ബാ എവിടെ വരികയാണെങ്കിൽ സാക്കിനായ നൂനോ തൻവീനോ ശേഷം വരികയാണെങ്കിലോ ഇഖ്ലാബാവും. ഓർത്താൻ വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ നിയമം പറയാം? മീം സാക്കിൻ ഇഖ്ഫാ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇഖ്ഫാ ഷഫവിയുടെ എത്ര അക്ഷരങ്ങളിൽപ്പെട്ടതാ? 15 അക്ഷരമായ ഇഖ്ഫാ ഷഫവിയുടെ അക്ഷരമായ ബാ വന്നിരിക്കുന്നു. സാക്കിനായ മീമിനെ അല്ല, ഇഖ്ഫായിലോ? ഇഖ്ഫായിൽ എന്താ ചെയ്യല്? മറച്ചു മണിച്ചോദണം. ഇഖ്ഫാ വന്നു കഴിഞ്ഞാൽ മറച്ചു മണിക്കലാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് മറച്ചു മണിക്കുക? കുംബി, കുംബി. ആ നിയമമുള്ള ഭാഗം മാത്രം വായിച്ചാൽ മതി. ഇനി അടുത്തത് ബിരിസ്ഖിൻ. ബിരിസ്ഖിൻ എന്നുള്ള പദത്തിൽ എന്തൊക്കെ നിയമമുള്ളത്? റായിൻ്റെ ലഘുവാക്കണം. എന്തുകൊണ്ട്? റായിന് കസർ വന്നതുകൊണ്ട് ലഘുവാക്കണം. ഇപ്പം ബിരി, നേരത്തെ നിങ്ങൾ ഓതിയോ ബിറിസ്ഖിൻ എന്ന് ഓതിയത്, അങ്ങനെ ഓതരുത്. ബിരിസ്ഖിൻ ഇരിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ബിരിസ്ഖിൻ എന്ന് പറയുമ്പോൾ കാഫിന് എന്ത് വന്നിട്ടുണ്ട്? തൻവീൻ വന്നിട്ടുണ്ട്, ഇരട്ട കസർ വന്നിട്ടുണ്ട് അല്ലേ? ഇരട്ട ഫതഹോ ഇരട്ട കസർ. ഇരട്ട കസറിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? മീം. ഓക്കെ, അപ്പോൾ ഇതേതാ നിയമം? തൻവീന് ശേഷം മീം വന്നാൽ മീം സാക്കിനായ മീമിന് ശേഷം മീം വന്നാലും സാക്കിനായ നൂനോ തൻവീന് ശേഷം മീം വന്നാലൊക്കെ നിയമം എന്ത് തന്നെയാണ്? ഇദ്ഗാം തന്നെയാണ്. പക്ഷേ സാക്കിനായ നൂനും തൻവീന് ശേഷം മീം വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. സാക്കിനായ മീമിന് ശേഷമാണ് മീം വരുന്നത് എങ്കിൽ ഇദ്ഗാം ഷഫവി എന്ന് പറയും. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇദ്ഗാം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം മീം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുമുട്ടി എന്ത് പറയാം? ഇദ്ഗാം ആണെന്നുള്ള കാര്യത്തിൽ ഓക്കെയാണ്. ഷഫവി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷഫവി എന്നുള്ള വാക്കിരുന്ന് വരുന്ന പ്രസക്തി എപ്പോഴാ? സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾക്ക് എന്ത് പറയുള്ളൂ? ഷഫവി എന്ന് പറയുള്ളൂ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു ശേഷമാണ്? തൻവീന് ശേഷമാണ്. സാക്കിനായ നൂനിന് തൻവീൻ്റെ നിയമം ഒരുപോലെയാണല്ലോ. ആ തൻവീന് ശേഷം മീം വന്നു കഴിഞ്ഞാൽ എന്താ നിയമം? ഇദ്ഗാമും ബിഗുന്ന. എത്ര അക്ഷരങ്ങളാണ് ഇദ്ഗാം ബിഗുന്നൊക്കെ ഉള്ളത്? 4 അക്ഷരങ്ങൾ. അത് തന്നെ, നൗമി. അതിലുള്ള അക്ഷരമാണ് യാ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിഗുന്ന വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അടുത്തത് മണിച്ച് കൂട്ടിച്ചേർക്കണം. മണിച്ച് ഇദ്ഗാം കഴിഞ്ഞാൽ എപ്പോഴും കൂട്ടിച്ചേർക്കലാണ്. അത് ബിഗുന്നയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർക്കും, ബിലാഗുന്നയാണെങ്കിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കും. ഓക്കെ, ഇപ്പം ഇവിടെ എങ്ങനെ ഓതുക? നമ്മൾ മണിച്ച് കൂട്ടിച്ചേർത്ത് എങ്ങനെ ഓതുക? തിമ്മി. എങ്ങനെ? തിമ്മി. ഓക്കെ, വേറെ വിഷയം ബിരിസ്ഖിൻ ആയിപ്പോയത്. സാ സുക്കൂൻ കൽക്കലയില്ല. ബിരിസ്ഖിൻ, ബിരിസ്ഖിമ്മി എന്നാണ്. റിസ്ഖി. പിന്നെ ബിരിസ്ഖിൻ മിൻഹു എന്ന് പറയുമ്പം അവിടെയും സാക്കിനായ നൂന് വരുന്നുണ്ട്. ആ നൂന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹ. ഏതാ നിയമം? പറഞ്ഞോളൂ. ഇൽഹാർ അല്ലേ? സാക്കിനായ നൂന് ശേഷം ഹ വന്ന ഏതാ നിയമം? ഇൽഹാറാണോ? ഉറപ്പാ? ഇൽഹാറിന്റെ 6 അക്ഷരങ്ങൾ ഏതൊക്കെയാ? ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. അപ്പം അതിൽപ്പെട്ട അക്ഷരമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ വന്ന് നമ്മൾ എന്താ ചെയ്യുക? മണിക്കാതെ വ്യക്തമാക്കി ഓതുക. മണിക്കാണ്ടാത്ത നിയമങ്ങൾ ആകെ 2 ഉള്ളൂ. ഏതൊക്കെയാ? ഇൽഹാറും ഇദ്ഗാം ബിലാഗുന്നയും. ഈ 2 സ്ഥലങ്ങളാണ് മണിക്കാതെ ഓതുക. ഇൽഹാറിൽ മണിക്കാതെ വ്യക്തമാക്കണം, ഇദ്ഗാം ബിലാഗുന്നയിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കണം.
ഓക്കെ. ആ സാക്കിനായ നൂനിൻ്റെ തൻവീന് നിയമങ്ങൾ 5 സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ 3 അപ്പം ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് തജ്വീദിൽ മൊത്തം 8 നിയമം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നിയമം എങ്ങനെ പറയാം നമ്മൾ? നൂൻ സാക്കിൻ ഇൽഹാർ. ഷഫവി ആണോ? അല്ല, ഇവിടെ ഇൽഹാർ ഷഫവി എന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? ഷഫവി നമ്മൾ എപ്പോഴാണ് പറയാ? സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിന്റെ അക്ഷരം വരുമ്പോഴാണ്. സോറി, സാക്കിനായ മീമിന് ശേഷം നൂൻ എന്നാ പറഞ്ഞല്ലേ? സാക്കിനായ മീമിന് ശേഷം ഇൽഹാറിന്റെ അക്ഷരം വരുമ്പോഴാണ് ഇൽഹാർ ഷഫവി എന്ന് പറയുക. ഇവിടെ സാക്കിനായ നൂനിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തെറ്റിയ തന്നെ. 34 നാക്കിനടുക്ക് ഒരു പല്ലല്ലേ? അതും തെറ്റല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളെങ്ങനെ ഓതേണ്ടത്? മിൻഹു, മണിക്കാതെ വ്യക്തമാക്കി ഓതണം. മിൻഹു. ഓക്കെ. വലിയ തലത്തഫിൽ നമുക്ക് വഖഫ് ചെയ്യാം അല്ലേ? ഇനി വലിയ തലത്തഫിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനൊന്നുമില്ല, നിയമമൊന്നും പറയാനില്ല. ഈ വലിയ തലത്തഫിന്റെ വാക്കിന്റെ പ്രത്യേകത അറിയോ? ഖുർആനിലെ സെന്റർ ആയിട്ടുള്ള വാക്കാന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആനിലൊക്കെ ഈ വലിയ തലത്തഫ് എന്നുള്ള വാക്കിനെ ബോൾഡ് ചെയ്തിട്ട് ഉണ്ടാകുക. എനിക്കറിയില്ല, ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട്. അർത്ഥത്തിൻ്റെ അല്ലേ നമുക്കിവിടെ ഞാൻ പറഞ്ഞത് വിഷയം എന്ന് അറിയോ? വലിയ തലത്തഫ് എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത ഖുർആനിൻ്റെ സെൻറ്റർ വാക്കായിട്ടാണ്. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഹിഫ്ദ് പഠിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അതിൽ ഇത് കണ്ടോ? വലിയ തലത്തഫ് എന്നുള്ള പദത്തെ ബോൾഡ് ചെയ്ത് എനിക്കുണ്ടോ? അതിനെ മാത്രം ബോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അത് മയമാക്കാന്നോ എന്താണ്? ഇതാണ് നമ്മൾ ഹിഫ്ദ് പഠിക്കുന്ന ഖുർആൻ 15 ലൈനിൻ്റെ. ഇതിനകത്ത് ഇതുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഖുർആനിലത് ബോൾഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഇവിടുത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. ഓക്കെ. തൽക്കാലം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാം. കാരണം ഏകദേശം ഒരു വരിയോളം ആയിട്ടുണ്ട്. ഓക്കെ. ഫല്യന്ദുർ മുതൽ നോക്കി നോക്കാം ഇൻഷാ അല്ലാഹ്. എൻ്റെ വയറിപ്പോൾ ഫുള്ളാണ് ദോശ എന്നിട്ട് ശ്വാസം കിട്ടുന്നൊന്നുമില്ല. فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف. പല സ്ഥലത്തും മണിക്കാനുണ്ട് കേട്ടോ. ഒന്നും കൂടെ. فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف. എനിക്ക് വലിയ തലത്തഫിൻ്റെ അവിടെ എത്തുന്നുണ്ട്, മിൻഹുവിൽ എത്തണുള്ളൂ. ഒന്ന് ഓതി നോക്കിയോളി സാജി സാഹിബ്. فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف. ഓക്കെ. ഇനി അടുത്ത ഓതുക. അടുത്ത തെറ്റില്ലാതെ ഓതാൻ കഴിയുന്ന ആൾക്കാർ ഓതി. ഒന്നുകൂടെ. വാവാണോ ഫായാണോ പറഞ്ഞത്? റൂ അല്ല, റൂ അല്ല. ആ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഒന്നും കൂടെ ഓതിക്കോളി. ഫല്യൻദുറു അല്ല, ഫല്യൻദുർ. فلينظر أيها أزكى طعاما فليأتكم بالرزق. ബിരിൻ ഇല്ല, റായിന് ശബ്ദില്ല. ബിരി നിങ്ങൾ പറയുമ്പം ബിരിസ്ക് എന്നായി പോകുന്നുണ്ട്. റായിന് ശബ്ദം കൊടുക്കുന്നുണ്ട്. ബിരി برزق منه
മിൻഹൂല് നീട്ടാൻ പാടില്ല. മിൻഹുവൽ برزق منه وليتلطف. നിങ്ങൾ ഓതുമ്പോൾ മിൻഹു വലിയ തലത്തഫ്നായി പോകുന്നുണ്ട്. മിൻഹു ഹായിൽ അല്പം പോലും നീട്ടരുത്. മിൻഹുവ ഹുവ ഹുവ എന്ന് പറയണം. വൽയതലത്തഫ് വൽയത രണ്ടും ത്വായെ പോരുത്. വൽയത യത യതലത്തഫ് യതലത്തഫ് നിങ്ങൾ ഈ ത്വാ എന്ന് പറയുന്നുണ്ട് ഇതിന്. ഒന്നുകൂടെ ഇതൊന്ന് ഓതി വെക്കുന്നിട്ട് നിങ്ങൾ ഓതിക്കൂടി. അവിടെ ഫല്യൻദുറു എന്നാണ് പറയുന്നത്. എൻദുർ എന്ന് പറയണം. فلينظر أيها أزكى طعاما അയ്യുഹാൽ നീട്ടണം. فلينظر أيها أزكى طعاما فليأتكم برزق منه فليتلطف. മൂന്ന് പ്രശ്നങ്ങൾ. 2 മണിക്കിലും വിട്ടു. പിന്നെ ഫല്യതലത്തഫ് അല്ല വല്യതലത്തഫ്. ഞാൻ ഒന്നും കൂടെ ഓതാം. ഒന്നും കൂടെ 2 മൂട്ടം ഓതിയിട്ട് പിന്നെ നമുക്ക് ഓതാം. അത് നോട്ട് ചെയ്താൽ മതി. എവിടെയൊക്കെ മണിക്കേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്യുക മൈൻഡിൽ. ഫല്യൻളുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്യഅതികും ബിരിസ്ഖിൻ മിൻ. അവിടെ നിർത്തിക്കോളി. ബിരിസ്ഖിൻ മിൻ അവിടെ നിർത്തിക്കോളി. ഒന്നും കൂടെ. فلينظر أيها أزكى طعاما فليأتكم برزق منه. ഒന്നും കൂടെ. فلينظر أيها أزكى طعاما فليأتكم برزق منه. ഓക്കെ. ഇനി ഒന്ന് ഓതി വയ്ക്കോ നിങ്ങൾ. അല്ല മുപ്പത്. فلينظر أيها أزكى طعاما فليأتكم برزق منكم. മിൻ ഹായിൽ സുക്കും കൊടുത്ത് നിർത്തുക. ഇപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അയ്യുഹായിൽ നീട്ടിൽ കുറഞ്ഞു. കുറച്ചും കൂടെ നീട്ടണം. അയ്യുഹ അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് മാത്രം നോക്കി. അയ്യുഹ മാത്രം ഒതുക്കി. അയ്യുഹ അസ്ക മാത്രം ഒതുക്കിക്കോളി. ഫുൾ فلينظر أيها أزكى طعاما فليأتكم برزق منه. മിൻഹു നിർത്തരുത്. മിൻ. അതുപോലെ തന്നെ അസ്ക എന്ന് മാത്രം പറഞ്ഞ അസ്ക. ഓക്കെ. ഇനി അടുത്താരോ ഓതുക. അതിനകത്ത് 2 കൽക്കലില്ലാത്ത 2 സ്ഥലങ്ങളിൽ കൽക്കൽ എഴുതു. ഒന്നും കൂടെ ചോദിക്കും. മണിക്ക് യഅ്തിക്കും അല്ല യഅ്തിക്കും. ഞാൻ ഓതുക. ഓതാൻ റെഡിയാന്ന് പറഞ്ഞ ആൾക്കാർ ആദ്യം ഓദിപ്പിക്കും. ആരും റെഡി അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയും. فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف. ഇതിനകത്ത് ഒരു ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ല തഅമൻഫ എന്നല്ല. നമ്മൾ ഇഖ്ഫായിൽ പറഞ്ഞിരുന്നു എന്ത് ചെയ്യരുത്. തൻവീനിനെ വ്യക്തമാക്കരുത്. തഅമൻഫ അല്ല തഅമൻഫ. തഅമൻഫ. ഓക്കെ. കണ്ണടയ്ക്കാം. ഒന്നും കൂടെ മണിക്ക് പറഞ്ഞു. ഒരു മിനിറ്റ്. അയ്യുഹല്ലസ്കാന്ന് അല്ലാ. മണിക്ക് ഇവിടെ നല്ലോണം മണിക്കണം. فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف.
ഇപ്പം ഇതാണ് മണിക്കുന്ന നിയമത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അക്ഷരങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം. ഇപ്പോൾ ബിരിസ്ഖിനടുത്ത് ഖാഫ് ശ്രദ്ധിക്കാനുണ്ട്. വൽയതലത്തഫ് അവിടെ തായും ത്വായും വരുന്നുണ്ട്. ഒന്നും കൂടെ നോക്കിയോളി. فلينظر أيها أزكى طعاما فليأتكم برزق منه ബിരിസ്ഖിൻ മിൻഹു ഓതിയാൽ മതി. ഈ വാക്ക് മാത്രം നോക്കി. യഅ്തിക്കും അല്ല, യ എന്ന് പറയുമ്പോൾ കൽക്കലായി പോയി. യഅ്തിക്കും ടച്ച് ചെയ്ത് പോകണം. ബിരിസ്ഖിൻ ആയ കൽക്കലായി. ബിരിസ്ഖിൻ ആ ബിരിസ് എന്നായി പോരുത്. ബിരിസ്ഖിൻ فلينظر أيها أزكى طعاما فليأتكم برزق അവിടെ മണിക്കാനുണ്ട്. فليأتكم برزق منه. സൗണ്ടൊക്കെ മാറിക്കുന്നു. ഉറക്കോതിക്കോളി. ഓക്കെ മാഷാ. ഇനി അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ആ അന്ന് ആദ്യമായിട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ എഴുതിപ്പിച്ചതാണ്. അങ്ങ് ആഴ്ച ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ. ഇനി നമ്മൾ അടുത്ത എടുത്തോതുമ്പോൾ എവിടുന്ന് എടുത്തോതാന്ന് അറിയോ? ഫല്യത്തിക്കും മുതൽ തന്നെ എടുത്തോതണം കേട്ടോ. ഞാൻ നേരത്തെ അത് ഒഴിവാക്കാനാണ് വലിയ തലത്തഫിൽ നിർത്തിയത്. അവിടെ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് വലിയ തലത്തഫ് മുതൽ എടുത്തോതിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ ഒരു ചെറിയ ആ വലിയ തലത്തഫ് എന്നുള്ള പദം ഉണ്ടല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് വിഷയം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തായും പിന്നെ ത്വായും വരുന്നുണ്ട്. വലിയ താ പറയുമ്പോൾ ചുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പരന്നായിരിക്കേണ്ടത്. അവിടെ തോന്നായി പോരുത്. വലിയ തലത്തഫ്. ഓക്കെ, വലിയ തലത്തഫ്. അതും ശ്രദ്ധിച്ചാൽ മതി. അവിടെ വരെയുള്ള നിയമം പറഞ്ഞാണല്ലോ. ഇനി അടുത്ത നിയമം പറയാം. വലായുഷ്ഇറന്ന എന്നിടത്ത് വല ലാമിൽ വന്നിരിക്കുന്ന മദ് ഏത് മദ്ദാണ്? മദ് അസ്ലിയാണോ മദ് ഫറഇയാണോ? അസ്ലി. നിങ്ങൾ ആദ്യം തെറ്റാ പറയാ, പിന്നെയാണ് ശരി പറയാ. എന്ത് അതല്ലേ മദ് ഫറഇയാണ് മൂപ്പര് പറഞ്ഞത്. മദ് അസ്ലി അല്ലേ അത്? അപ്പോൾ എന്താ മദ് അസ്ലി എന്താ കാരണം? എന്താ ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്ത് വന്നിട്ടില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ എത്ര അലിഫ് കിട്ടണം? ഒരലിഫിൻ്റെ അളവ് കിട്ടണം. എങ്ങനെ? വല. ഇനി യുഷ്ഇറന്ന ആ പദത്തിൽ എത്ര നിയമങ്ങളുണ്ട്? യുഷ്ഇറന്ന എന്നുള്ള പദത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് റായിൻ്റെ നിയമമുണ്ട്. പിന്നെ വേറെ നിയമമുള്ളത്? വേറെ നിയമം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ? അസ്തഗ്ഫിറുല്ലാ. ആ വാക്കിൻ്റെ ലാസ്റ്റത്തെ അക്ഷരത്തിന് എന്തെങ്കിലും നിയമമുണ്ടോ? നൂന് ഷദ്ദ് വന്നാൽ മണിക്കണ്ടേ? നിയമമല്ലേ? ആഹാ. അതൊക്കെ സിമ്പിൾ സാധായി. ഓക്കെ, അങ്ങനെ സിമ്പിളായതിൻ്റെ പേരിലാണെങ്കിൽ ഓക്കെ. അതേപോലെ ബാക്കിയെല്ലാം സിമ്പിളായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ. അപ്പോൾ നൂൻ ഷദ്ദ് വന്നു മണിക്കണം. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. റായിന് ഫതഹ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഓക്കെ. എങ്ങനെ? വലാ യുഷ്ഇറന്ന അവിടെ ശ്രദ്ധിക്കുക. യുഷ്ഇ ആ ഐൻ കിട്ടണം. ഒന്ന് പറഞ്ഞു നോക്കിയ യുഷ്ഇറന്ന. ഓക്കെ. ഇനി അടുത്തത് ബിക്കും അഹദൻ. ബിക്കും എന്നുള്ള വാക്കിൻ്റെ അവസാനം എന്തുണ്ട്? സാക്കിനായ നൂനുണ്ട്, സാക്കിനായ മീമുണ്ട്. സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ഹംസ. ഏതാ നിയമം? ഇൽഹാർ ഷഫവി. ഇൽഹാർ ഷഫവി മനസ്സിലാക്കാൻ എളുപ്പമല്ലേ? സാക്കിനായ മീമിന് ശേഷം ഏതൊക്കെ അക്ഷരമല്ല നോക്കിയാൽ മതി. ബാ മീം അല്ലാത്ത അക്ഷരമാണോ? ഇൽഹാർ ഷഫവി. എങ്ങനെ നിയമം പറയാ? മീം സാക്കിൻ ഇൽഹാർ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? സാക്കിനായ മീമിനെ
ഇൽഹാർ വന്നാൽ വ്യക്തമാക്കണം. എങ്ങനെ വ്യക്തമാക്കണം? മണിക്കാതെ വ്യക്തമാക്കണം. ഓക്കെ. എല്ലാ നിയമത്തിലും ചുരുങ്ങിയത് 2 വേർഡ് ഉണ്ടാകും. ഇൽഹാറിൽ മണിക്കാതെ വ്യക്തമാക്കുക, ഇഖ്ഫായിൽ മറച്ച് മണിക്കുക, പിന്നെ ഇഖ്ലാബിൽ 3 ഉണ്ട്, മീമാക്കി മറിച്ച് മണിച്ച്. ഇദ്ഗാം ബിഗുന്നയിൽ മണിച്ച് കൂട്ടിച്ചേർക്കുക, ഇദ്ഗാം ബിലാ ഗുന്നയിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുക. ഇതിന് അടുപ്പിച്ച് പറയുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാകും. അത് നമ്മൾ സെറ്റാക്കി വെക്കണം മനസ്സിൽ. മൈൻഡ് കയറ്റിയാലില്ലെങ്കിൽ നമ്മൾ 2 വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഓക്കെ, മാറിപ്പോവും. അതിന് വഴി എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്. ദിവസം ഒരു 5 വരിയെങ്കിലും സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് പറഞ്ഞ് നോക്കിയാൽ മതി. മനപ്പാടാക്കുന്നതല്ല, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നിയമങ്ങൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ സ്വന്തം ചെയ്താൽ മതി. ഇനി വേറെ അഹദൻ എന്നുള്ളതാണല്ലോ, അവിടെ ആയത്ത് അവസാനിക്കുകയാണ്. അപ്പോൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ് വന്നാൽ എങ്ങനെയാണ് നിർത്തേണ്ടത്? ഒരലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അപ്പം എങ്ങനെ പറയണം? അഹദ എന്ന് വേണം പറയാൻ. ഓക്കെ. അപ്പം നമുക്ക് ഇനി എവിടുന്ന് എടുത്ത് ഓതാനുള്ളത്? ഫൽയത്തിക്കും അല്ല, അല്ല യത്തിക്കും. ഓക്കെ, അവിടെ മുതൽ എടുത്ത് ഓതണം. എങ്ങനെ? അബ്ദുള്ള സാഹിബിൻ്റെത് ബിരിസ്ക് എന്ന് എപ്പോഴും പറയുന്നത്. ബിരിസ്ക് ഇല്ല, ബിരിസ്ക് എന്നാണ്. റായിന് ശബ്ദില്ല. ഓതാ. فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ഒന്നും കൂടെ. فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ഒന്നും കൂടെ. فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ആരാ ആദ്യം ഓതുക? ആദ്യം പറയുന്ന ആളെ നമ്മൾ പരിഗണിക്കും. فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. യുഷ്ഇറന്ന റാന്ന് പരത്തി പോയത്. നിങ്ങൾ പറയുന്നു യുഷ്ഇറന്നല്ല, റോ കുറച്ചൊന്നും എന്ത് ചെയ്യണം? ബോൾഡ് ചെയ്യണം. യുഷ്ഇറന്ന എന്നായി പോയത്. യുഷ്ഇറന്ന റോ. അത് വല്ലാതെ കൂടും ചെയ്യരുത്, തീരെ ഇല്ലാതാവും ചെയ്യരുത്. റന്നാന്നും പറയരുത്, റന്നാന്നും പറയരുത്. രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കണം. അടുത്ത ആരോ ഇത്? വാ അവിടെ ഒന്നുകൂടെ. വൽ അടുത്ത ആരാ ഓതുക? എവിടെയെങ്കിലും തെറ്റിയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? വലിയത്ത വലിയത്ത നിങ്ങൾ രണ്ടും യാ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചുണ്ട് വളയ്ക്കുന്നുണ്ട്. വലിയത്തല താ പറയുമ്പോഴും ലാ പറയുമ്പോഴും ഒക്കെ ചുണ്ട് പറയുന്നത് തന്നെ. വലിയത്തലത്തൊഫ്. അതുപോലെ തന്നെ ബിരിസ്കിനിടയിൽ മറ്റേ ശ്രദ്ധിച്ചു നിങ്ങളേത്? റോയായി. പക്ഷേ സായിന് സുക്കൂൻ വരുമ്പോൾ കൽക്കൽ ചെയ്യരുത്. ബിരിസ്ഖിൻ എന്നായി പോരുത്. ബിരിസ്ഖിൻ ബിരിസ്ഖിൻ. ഓക്കെ. അടുത്ത ആരോ ഓതുക? അതൊന്നും കൂടെ. അവിടെ ഡിസ്ഖ് എന്നായി പോരുത്. സാ സുക്കൂൻ കൽക്കലയില്ല. ബിരിസ് എന്ന് പറഞ്ഞാൽ കൽക്കലായി. ബിരിസ്ഖിൻ ബിരിസ്ഖിൻ. ആ എന്നായി പോരുത് അവിടെ. ഒന്നും കൂടെ ഓതുവോ?
يتلطف ولا يشعرن بكم أحدا. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഉല യുഷ് റന്ന അല്ല റന്ന, യുഷ് റന്ന. റായിനെ എന്ത് ചെയ്യണം? കുറച്ച് കനപ്പിച്ച് തന്നെ പറയണം. യുഷ് റന്ന, പരന്നു പോരുത്. യുഷ് റന്ന എന്നായി പോരുത്. യുഷ് റന്ന. അത് വാക്ക് മാത്രം പറഞ്ഞു നോക്കി. ഒല യുഷ് റന്ന. يشعرن بكم أحدا. അതുപോലെ തന്നെ അയിനിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് കൂടെ. ولا يشعرن ഒല യുഷ് നിങ്ങൾ പറയുമ്പോൾ യുഷ് റാന്നായി പോകുന്നത്. റാ അല്ല റോ. يشعرن ഇപ്പോഴും കുറച്ചും കൂടെ നേരത്തെക്കാളും ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത നിങ്ങൾ فليأتكم برزق منه فليتلطف ولا يشعرن بكم أحدا. ലാസ്റ്റത്തെ ഭാഗം ഓക്കെ, ആദ്യത്തെ ഭാഗം നിങ്ങൾ ഒതുക്കി. فليأتكم യാത്തിക്കും അല്ല, فليأتكم യഅ്തി. برزق منه برزق ഖാഫാണ്. ബിരിസ്ഖിമ്മി برزق منه. ഓതുമ്പോൾ നിങ്ങൾ കാഫ പറയുന്നത് ബിരിസ്ഖിന്നായി പോകുന്നു. برزق منه. ബിരിസ്ഖിമ്മി. منه. ഓക്കെ, ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, കാഫ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സായിന്റെ സുക്കൂൻ കൽക്കല ഇല്ലാതെ നോക്കണം. ബിരിസ് എന്നല്ല, ബിരിസ്ഖിമ്മി. منه فليتلطف ولا يشعرن بكم أحدا. അഹദ. ഓക്കെ. فليأتكم برزق منه ഫല്യ അല്ല, ഫല്ലല്ലോ, വാവല്ലേ. فليأتكم برزق منه فليتلطف ولا يشعرن بكم أحدا. ഇനി ഷബീർ സാഹിബിലെ ബാക്കി ഒന്നുകൂടെ. فليأتكم برزق فليأتكم برزق منه فليتلطف ولا يشعرن بكم أحدا. ഇവിടെ ഈ രണ്ട് വാക്ക് മാത്രം വായിച്ചു. برزق ഒന്നുകൂടെ. برزق منه. ഇന്ന് വരുന്നില്ല. برزق منه. ഓക്കെ, നിങ്ങൾ ഓതിയിട്ടില്ലല്ലോ. فليأتكم برزق അവിടെയും فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. വലാ യുഷ്അന മാത്രം നോക്കി. ولا يشعرن بكم أحدا. നേരത്തെ ഇതാണ് രണ്ട് മൂന്ന് ഒരുമിച്ചായി പോയി. അക്ഷരങ്ങളുടെ ഹർക്കത്ത് വ്യക്തമായില്ല. കറക്റ്റ്. അത് നമ്മളെന്താ പറയുക വിഷയം, നമ്മൾ അയിൻ ശരിയാക്കാൻ വേണ്ടി കുറച്ച് ബലം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മൂത്ത് കിട്ടത്തില്ല. അറബികൾ ഒന്നും കേട്ടില്ല, അറിയുന്നേ ഇല്ല ഒരു അയിന ഇതാണ്. നമ്മൾ പറയുമ്പോൾ യുഷ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളായിട്ട് ഓതിയാവും. വല യുഷ് റന്ന. നമ്മളവിടെ ഒരു ബലം പിടുത്ത് ഏച്ചു കൂട്ടിയ ബാക്കിയില്ലെങ്കിൽ ഇപ്പോഴും ആ ബിരിസ്കില്ല സായിൻ്റെ സുക്കൂൻ കൽക്കലയുടെ ഓക്കെ. ഇനി അടുത്ത സമയമുണ്ടല്ലോ അല്ലേ? കൽക്കലാകാൻ പാടില്ല. ഇനി അടുത്ത 20-ാമത്തെ ആയത്ത്. ഇന്നഹും. സിമ്പിൾ നിയമം ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള നിയമം. നൂൻ ശബ്ദ വന്നു മണിക്കണം അല്ലേ? ഇന്ന. പിന്നെ ഇന്നഹും ഇ. അവിടെ സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. എന്താ തൊട്ടുമ്പ് വന്നാണ് ഇൽഹാർ ഷഫവിയാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ. അടുത്തത് ഈയ. ഈയ. സാക്കിനായ നൂൻ ശേഷം യാ വന്നിട്ടുണ്ട്. എന്തായിരിക്കും? ഇദ്ഗാമും ബിഗുന്ന. എത്ര അക്ഷരങ്ങൾ ഇദ്ഗാം ബിഗുന്നക്ക്? 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഷബീർ സാഹിബ് പറയും. യോമി യാ വാവ് മീം നൂൻ. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതാ പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. മണിച്ച് കൂട്ടിച്ചേർക്കണം. ഓക്കെ.
ഇത് എപ്പോഴും മനസ്സിലാക്കുക. ഇദ്ഗാം എന്നുള്ള വാക്ക് കേട്ടാൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, കൂട്ടിച്ചേർക്കലുണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഇദ്ഗാം ഉണ്ടെങ്കിൽ അത് ബിഗുന്നയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർക്കുക, ബിലാഗുന്നയാണെങ്കിൽ മണിക്കാതെ കൂട്ടിച്ചേർക്കുക. ഇപ്പം ഇവിടെ സാക്കിനായ നൂന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട യാ വന്നതുകൊണ്ട് സാക്കിനായ നൂനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? ഈയ, ഈയ അല്ല, നമ്മളെപ്പോഴും മണിക്കുന്ന സൗണ്ട് തരിമുക്കുന്ന വരേണ്ടത്. ഈയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കിയിട്ടുള്ളൂ? കൂട്ടിച്ചേർത്തിട്ടേ ഉള്ളൂ, കട്ടി കൂട്ടുന്നേ ഉള്ളൂ, മണിച്ചിട്ടില്ല. മണിക്കുന്ന സൗണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? തരിമൂക്കിലേക്ക് പോകണം. ഈയ. നമ്മളിവിടെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ടോ? ഈയ. ഓക്കെ, അടുത്തത് എന്താണ്? യൽഹറു. യൽഹറു എന്നുള്ളിടത്ത് എത്ര നിയമമുണ്ട്? യൽഹറു എന്നുള്ള വാക്കിൽ റാന് നിയമം മാത്രമേ ഉള്ളൂ? സിമ്പിളായതുകൊണ്ട് മറ്റത് പറയാത്തതാണോ? മദ്ദ അസ്ലി ഉണ്ട്. റായിൻ്റെ നിയമമുണ്ട്. റായിന് ലമ്മു വന്നതുകൊണ്ട് കനപ്പിക്കണം എന്നുള്ള നിയമമുണ്ട്. അതേപോലെ തന്നെ റായിന് ലമ്മു ശേഷം സ്കൂളിലെ വാവും വന്നില്ലേ, ഹുറൂഫുൽ മദ്ദായി. യൽഹറു. ആ റായിന് ഹുറൂഫുൽ മദ്ദിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഹംസ സുക്കൂൺ ശബ്ദ വന്നിട്ടുണ്ടോ? സുക്കൂൺ വന്നിട്ടുണ്ടോ? ഹുറൂഫുൽ മദ്ദിന് ശേഷം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം മദ് അസ്ലിയാണ് അല്ലേ? ഒരലിഫിൻ്റെ അളവ് നീട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സുക്കൂനുള്ള അലിഫ് നമുക്ക് പ്രസക്തി ഇല്ലല്ലോ. ഹുറൂഫുൽ മദ് എന്ന് ഹുറൂഫുൽ മദ് എന്തൊക്കെയാ? ഏതൊക്കെയാ? എങ്ങനെയുള്ള അലിഫ? ഫതഹിന് ശേഷം വരുന്ന അലിഫ്, കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, ലമ്മിന് ശേഷം വരുന്ന അതെവിടൊക്കെ നിന്ന് ചോദിച്ചിരിക്കും. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഖുറാനിൽ സുക്കൂൻ എങ്ങനെ ഇടല് നമ്മൾ നോക്കി എങ്ങനെ സുക്കൂൻ ഇടല്? നമ്മൾ ഈ ഖുറാനിൽ സാധാരണഗതിയിൽ സുക്കൂൻ ഇടുന്ന രൂപം ഇതല്ലേ? അതാണ് നമുക്ക് ഉച്ചരിക്കാനുള്ള സുക്കൂന്. ഇങ്ങനെയുള്ള സുക്കൂൻ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ആ അക്ഷരമേ നിങ്ങൾ നോക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അത് ഇടുന്നത്. എവിടെ? നമ്മൾ നേരത്തെ ഓതുന്ന സ്ഥലം എവിടെ? യൽഹറു. ഈ അലിഫിന് മുകളിൽ ഇട്ടിരിക്കുന്ന സുക്കൂൻ ഈ സുക്കൂൻ പോലെയുള്ള സുക്കൂനാണോ? അല്ല. ഇത് ഈ അക്ഷരം തന്നെ നിങ്ങൾ നോക്കണ്ട. അവിടെ എത്തുമ്പോൾ കണ്ണടയ്ക്കാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ണട ഊരിയാലും മതി. ഓക്കെ. അപ്പം യൽഹറു 2 നിയമം പറഞ്ഞല്ലോ. ഓക്കെ, യൽഹറു. ഓക്കെ, ഇനി അലൈക്കും യർജുമൂക്കും. അലൈക്കും യർജുമൂക്കും. ആ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത എത്ര നിയമമുണ്ട്? എത്ര? 3 ഇല്ലേ? ഒന്ന് അലൈക്കും യാ, സാക്കിന മീം ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നു? യാ വന്നിരിക്കുന്നു. എന്താ നിയമം? ബാ മീം അല്ലാത്ത അക്ഷരം സാക്കിന മീമിന് ശേഷം വന്ന ഏതാ നിയമം? ഇൽഹാർ ഷഫവി. ഇൽഹാർ ഷഫവിയാണ്. അതൊരു നിയമം. ഓക്കെ, അലൈക്കും യാ. യർജുമു എന്ന സുക്കൂണ റാവില്ലേ? സുക്കൂണ റായിന് ഫതഹ് വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം. 2 നിയമമായി. സുക്കൂണുള്ള റായിന് മുമ്പ് ഫതഹ് വന്നു. സുക്കൂണുള്ള റായിന് മുമ്പ് ഫതഹ് വന്നതുകൊണ്ട് റായിനെ എന്ത് ചെയ്യണം? കനപ്പിക്കണം. 2ാമത്തെ നിയമം. പിന്നെ അടുത്തത് യർജുമു. മീമ് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഓക്കെ, അപ്പം മൊത്തം എത്ര നിയമമായി? 3 നിയമമായി അല്ലേ? അപ്പം യർജുമു എന്താണ്? എവിടെയായിരുന്നു? അലൈക്കും യാ. അവിടെ മണിക്കാതെ ഓതണം. യർ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? റായിനെ കനപ്പിക്കണം. പിന്നെ യർജുമൂക്കും മീമിൽ ഒരു അലിഫ് നീട്ടി വേണം ഓതാൻ. ഓക്കെ, ഇനി ഔ യുഈദൂക്കും. ഔ യുഈദൂക്കും. ഓക്കെ, യർജുമൂക്കും കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് സാക്കിനായ മീമില്ലേ? ആ സാക്കിനായ മീമിന് ശേഷം അക്ഷരം വന്നിരിക്കുന്നത് ഹംസ. എന്താ നിയമം? ഇൽഹാർ ഷഫവി തന്നെ. ഓക്കെ, മണിക്കാതെ കൂട്ടിച്ചേർക്കണോ? മണിക്കാതെ വ്യക്തമാക്കണം. ഇൽഹാറിൽ മണിക്കാതെ വ്യക്തമാക്കണം. ഇനി ഔ യുഈദൂക്കും എന്നുള്ളിടത്ത് എത്ര നിയമമുണ്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഔ എന്നുള്ളിടത്ത് എന്തെങ്കിലും നിയമമുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച എന്തെങ്കിലും നിയമമുണ്ടോ അവിടെ?
ഹുറൂഫുല്ലീൻ എന്ന സാധനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലായിരുന്നു? ഹുറൂഫുല്ലീൻ അല്ലേ? ആ, ഹുറൂഫുല്ലീൻ എത്ര ഉണ്ടെന്ന് നമ്മൾ പഠിച്ചത്? 2 എണ്ണം. ഒന്ന് ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്, 2 ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് നിയമം പറയാനായിട്ടൊന്നുമില്ല, പക്ഷെ പഠിച്ച കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഹുറൂഫുല്ലീനേ ഉള്ളൂ. മദ്ദുലീനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹുറൂഫുല്ലീനിന് ശേഷം വീണ്ടും ഒരു സുക്കൂൻ വരണം. ലീൻ വന്ന് നമ്മൾ മയായിട്ട് ഓതിയാൽ മതി, നമ്മൾ മയത്തിൽ തന്നെ ഓതുന്നത്. ഓക്കെ, വിഷയം മനസ്സിലായോ? ഔ എന്നിടത്ത് കഴിഞ്ഞ ആഴ്ച ഇല്ലാത്ത ആൾക്കാരല്ലേ? യാസസായി മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ ഫതഹിന് ശേഷം സുക്കൂനുള്ള യാവോ വന്നു കഴിഞ്ഞാൽ അത് ഹുറൂഫുൽ ലീനാണ്. ആ ഹുറൂഫുൽ ലീനിന് ശേഷം പിന്നെ സുക്കൂൻ വരികയാണെങ്കിൽ അവിടെ മദ്ദുൽ ലീൻ വരും. അവിടെ 3 അലിഫ്, സോറി, 1 അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. ഓക്കെ, ഇനി അപ്പോൾ യുഈദൂക്കും എന്നതിൽ എത്ര നിയമമുണ്ടെന്ന് കിട്ടിയില്ല. 3, 4. മൂന്നാമത്തെ നിയമം എന്ന് പറഞ്ഞേട്ടെ. ഒന്നാമത്തെ നിയമം ഏതാ? അത് കഴിഞ്ഞില്ലേ? അത് നമ്മൾ നിയമമായിട്ട് പറയണ്ടല്ലേ? അത് നിയമമായിട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് നിയമമായിട്ട് നമ്മൾ പറയുന്നില്ലല്ലോ. അത് അതായത് കഴിഞ്ഞ ആഴ്ച നിയമം വരുന്നത് എപ്പോഴാണെന്നറിയോ? നിയമമായിട്ട് നമ്മൾ പറയേണ്ടത് എപ്പോഴാ? മദ്ദുല്ലീൻ വരുമ്പോഴാ. ഹുറൂഫുല്ലീൻ വരുമ്പോൾ എന്ത് ചെയ്യണ്ട? നിയമമായിട്ട് പറയണ്ട. അത് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച എടുത്ത നിയമമായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, 2 നിയമമല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ചെന്താ അറിയോ, നിങ്ങൾ യുഈദൂക്കും ആ സാക്കിന മീമിൻ്റെ നിയമം. ഓക്കെ, അടുത്ത വാക്കിലേക്ക് ചേർക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പം എങ്ങനെയാണ്? ഐനിന് എന്ത് ചെയ്യുന്നുണ്ട്? മദ് അസ്ലി വരുന്നുണ്ട്. ദാലിനും മദ് അസ്ലി വരുന്നുണ്ട്. യുഈ എന്ന് പറയുമ്പോൾ ഐനിന് എന്ത് വരുന്നുണ്ട്? മദ് അസ്ലി വരുന്നുണ്ട്. ഓക്കെ, അത് യുഈദു അവിടെ എന്ത് വരുന്നുണ്ട്? മദ് അസ്ലി വരുന്നുണ്ട്. ഓരോരോ അലിഫ് വെച്ച് നീട്ടുക. എങ്ങനെയാ? ഔ യുഈദൂക്കും. എങ്ങനെ? ദോഷൻ്റെ ഏമ്പൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. യുഈദൂക്കും. ഓക്കെ, ഇനി കും ഫി. യുഈദൂക്കും കും ഫി എന്നുള്ളത് എത്ര നിയമമുണ്ട്? കും ഫി. മാഷാ അല്ലാഹ്. 1 ഇൽഹാർ ഷഫവിയുടെ നിയമം, 2 ഫി എന്നുള്ളിടത്ത് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഹുറൂഫുൽ മദ് എനിക്ക് ഇനി കേൾക്കണ്ട. മദ് അസ്ലിയാണ്, മദ് ഫറയാന്ന് കേട്ടാൽ മതി. ഓക്കെ, മദ് അസ്ലി, മദ് അസ്ലി, മദ് ഞാൻ പഠിക്കാത്തൊരു മദ് ഉണ്ടല്ലോ. അതെന്താ? ഞാൻ പഠിക്കാതെ മദ് വിചാരിയോ? വലിയ പണ്ഡിതനാ, മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ കും ഫി എന്നിടത്ത് എന്തുണ്ട്? ഇൽഹാർ ഷഫവി ഉണ്ട്. സാക്കിനായ മീമിന് ശേഷം ബാ മീമിലാത്ത ഏത് അക്ഷരം വന്നാൽ ഇൽഹാർ ഷഫവിയാണ്. അപ്പോൾ മണിക്കാതെ വ്യക്തമാക്കണം. കും ഫി. അതുപോലെ തന്നെ ഫായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട് അല്ലേ? ഇവിടെ മദ് അസ്ലി ഏത് ഹുറൂഫിൽ മദ്ദാ വന്നിരിക്കുന്നത്? ഫി എന്നതിടത്ത് കസറിന് ശേഷമുള്ള സുക്കൂനുള്ള യാ, വെറും യാ അല്ല, സുക്കൂനുള്ള യാ. ഇനി മില്ലത്തിഹിം വ. മില്ലത്തിഹിം വ അവിടെ എന്തുണ്ട്? സാക്കിനായ മീമിന് ശേഷം വാവ് വന്നതുകൊണ്ട് ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വ്യക്തമാക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് എനിക്ക് കേൾക്കേണ്ടത്. വലത്തു. സാക്കിനായ നൂന് ശേഷം താ വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നവർക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, നോക്കാത്ത ആള്. മാഷാ അല്ലാഹ്. തന്നെ സാക്കിനായ നൂന് ശേഷം താ വന്ന നിയമം ഇഖ്ഫ ആണ്. ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽ 1ാമത്തെ അക്ഷരം തായാണ് അല്ലേ? മണിച്ചു കൂട്ടിച്ചേർക്കണോ? ഇദ്ഗാം ബിഗുന്നയാണോ ഇത്? എന്തായിരിക്കും ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യുക? മറച്ചു മണിക്കണം. എങ്ങനെ? വലന്തു. എങ്ങനെ മണിക്കാൻ പാടില്ല? വലന്തു എന്ന് പറയരുത്, വലന്തു എന്ന് വേണം പറയാൻ. അപ്പം എങ്ങനെ നിയമം എങ്ങനെയാണ്? നൂൻ സാക്കിൻ ഇഖ്ഫ. സാക്കിനായ നൂന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട താ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ
മറച്ചു മണിച്ച് ഓതണം. നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളെ വായിന്ന് കേൾക്കണം, അപ്പോൾ നമുക്ക് സമാധാനം. അപ്പം എങ്ങനെയാണ് വലന്തു. ഇനി വലൻ തുഫ്ലിഹു. തുഫ്ലിഹു എന്നുള്ളിടത്ത് ഹാഇൻ്റെ മദ് ഏതാണ്? ഫദ് അസ്ലിയാണോ ഫറഇയാണോ? ഫറഇ. എന്തുകൊണ്ട് ഫറഇയായി? ശേഷം ഹുറൂഫുൽ മദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അലിഫ് നീട്ടിയാൽ മതിയോ? ഇല്ല, കുറച്ച് അധികം നീട്ടണം. എങ്ങനെ? തുഫ്ലിഹൂഇ. എങ്ങനെ? തുഫ്ലിഹൂഇ. ഇനി ഇദൻ ദാലിൽ എന്തുണ്ട്? ഇരട്ട ഫത്ഹ വന്നിട്ടുണ്ട്, തൻവീൻ വന്നിട്ടുണ്ട്. ആ തൻവീന് ശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ഹംസ വന്നിരിക്കുന്നത്. ഏതാ നിയമം? ഇൽഹാർ. മാഷാ അല്ലാഹ്. എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ വന്നാൽ മണിക്കാതെ വ്യക്തമാക്കണം. അങ്ങനെ തന്നെ. അപ്പം എങ്ങനെ ഒന്ന് നിയമം പറഞ്ഞു നോക്കണ്ടേ? ദാൽ തൻവീൻ ഇൽഹാർ. തൻവീന് ശേഷം ഇൽഹാറിൻ്റെ എത്ര അക്ഷര? 15ഓ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. തൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഇതൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താ അറിയോ? നമ്മൾ സ്പീഡ് ഓതുമ്പം ഇതൻ അബദ എന്നായി പോയത്. ഇതൻ അബദയല്ല, ഇതൻ അബദ. അവിടെ ഹംസയെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് തന്നെ പറയണം. ചിലപ്പോൾ എന്തായി പോവും? ഇതൻ അബദ എന്നായി പോവും. ഇതൻ അബദയല്ല, ഇതൻ അബദ. ഓക്കെ. ഇനി അബദൻ എന്നുള്ളിടത്ത് എന്താണ്? നമ്മൾ ആയത്ത് അവസാനിക്കുകയാണ്, ഇരട്ട ഫത്ഹ എന്നതുകൊണ്ട് എങ്ങനെ നിർത്തണം? ദ എന്ന് ഒരു അലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അപ്പം നമുക്ക് ഇനി എവിടെ നിന്ന് ഈ ആയത്ത് ഫുള്ളായിട്ട് ഓതാനുണ്ട്. ശാസ്തി കിട്ടുമോ? ഒന്ന് നോക്കിയാ കുറേ ഉണ്ടല്ലേ, നീട്ടാനും മണിക്കാനൊക്കെ ഉണ്ട്. നോക്കി നോക്കാം, എന്തായാലും എവിടം വരെ പോകും നോക്കാം. ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. അവിടെ നിർത്തിക്കോളി. ഫീ മില്ലതിഹിമിൻ്റെ അവിടെ നിർത്താം. എവിടെ നിർത്തേണ്ടത്? ഫീ മില്ലതിഹിം അവിടെ നിർത്തുക. ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. ഒന്നും കൂടെ. ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. ഇനി ഓതണോ? ഒന്നുകൂടെ വേണം. ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം. ആരോ ഓതുക ഫസ്റ്റ്? അങ്ങനെ ക്രമമൊന്നുമില്ല. മാഷാ അല്ലാഹ്. അടുത്തത് ആരാ ഒതുക്കുള്ളി? മാഷാ അല്ലാഹ്. അടുത്തത് യുഈദൂക്കും. ആ തുടക്ക ഭാവം കൂടെ ഒന്ന് നോക്കിക്കോളി. യൽഹറു അല്ല, യൽഹറു. ഒന്നുകൂടെ. ഓക്കെ. സുകൂൻ കൽക്കലയില്ല. യൽഹറു അല്ല, യൽഹറു. മാഷാ അല്ലാഹ്. അടുത്തത് ഇന്നഹും യൽഹറു അലൈക്കും യർജുമൂക്കും ഔ അവിടെ മണിക്കരുത്. യർജുമൂക്കും ആവുന്നില്ല. യർജുമൂക്കും ഔ യുഈദൂക്കും മാത്രം ഒന്ന് പറഞ്ഞു നോക്കിയേ. യുഈ അല്ല, ഹംസ അല്ല, യുഈ. ഓക്കെ. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ആരാ? നിങ്ങൾ എഴുതിക്കോളി. അവിടെ മണിക്കണേ. ഈയ.
يظهروا അവിടെ എങ്ങനെ മണിക്കേണ്ടത്? إن يه ഈയ. إن يه إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم മണിക്കേണ്ടാത്തടത്ത് കുറച്ച് മണിക്കുന്നുണ്ട്. യുഈദൂകും ഫീന്നില്ല. യുഈദൂകും ഫീ. في ملتهم ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോളി. إنهم إن يظهروا യൽഹറു അവിടെ മണിക്കും. إنهم إن يظهروا عليكم യൽഹറു അലൈക്കും എന്നില്ല, അവിടെ ഒരു അലിഫിൽ നിൽക്കേണ്ടത്. إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في അവിടെ മണിക്കരുത്. കും ഫീന്നില്ല. لا أو يعيدوكم في ملتهم ഇനി നമുക്ക് എടുത്തോതുമ്പോൾ എവിടെ നിന്ന് എല്ലാവരും ഓതിയോ? നിങ്ങൾ ഓതാനല്ലേ? നിങ്ങൾ ഓതിയിട്ടില്ലല്ലോ. ആ ഉണ്ടാക്കാണല്ലേ. إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ഉണ്ടോ? എന്താണ്? يعيدكم في യുഈദൂകും ഫീ. യുഈദൂകും ഫീ. മാഷാ അല്ലാഹ്. ഒന്നുകൂടെ. إنهم إن يظهروا عليكم يرجموكم ഔ യുഈദു. أو يعيدوكم في ملتهم. മാഷാ അല്ലാഹ്. ഇനി നമുക്ക് എടുത്തോതുമ്പോൾ എവിടെ നിന്ന് ഓതണം? അല്ലല്ല, ഔ യുഈദുകും എടുത്തു ഓതണം. ഓക്കെ, എന്നാലേ അർത്ഥം പൂർത്തിയാവുള്ളൂ. ഔ ശ്രദ്ധിച്ചോളി. ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. ഒന്നും കൂടെ. ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. നേരത്തെ പറഞ്ഞ തെറ്റ് ഒന്നും ചിലർ ആവർത്തിക്കുന്നുണ്ട്. ഇതൻ അബദയല്ല, ഇതൻ അബദ. ഇതൻ അബദ. ഒന്നും കൂടെ. ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ. നേരത്തെ പറഞ്ഞ വിഷയം വരുന്നുണ്ട്. ഏത്? ഫീ മില്ലതിഹിം വ. മില്ലതിഹിം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? മീമ് പൂർണ്ണമായിട്ട് എന്ത് ഉച്ചരിക്കണം? ഫീ മില്ലതിഹിം പിന്നെ വാവാണ്. ഫീ മില്ലതിഹിം വ. ഓക്കെ. ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. ഇദാ അബദ അല്ല, ഇദൻ അബദ. ഓതാൻ പറ്റും? ഇനി ഓതണോ? ഒന്നും കൂടെ ഓതണോ? ഒന്ന് കേൾക്കാം. ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദ. ഇനി നോക്കി നോക്കിയേ. മാഷാ അല്ലാഹ്. അടുത്ത് أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. മാഷാ അല്ലാഹ്. അടുത്ത് أو يعيدوكم في ഒന്നുകൂടെ. أو يعيدوكم في ملتهم فلن അവിടെ മണിക്കരുത്. ഫീ മില്ലതിഹിം. അവിടെ എന്തോ ഒരു ടൈം എടുക്കുന്നുണ്ടല്ലോ. ഫീ മില്ലതിഹിം വ. في ملتهم ولن അവിടെ മണിക്കരുത്. أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. ഇവിടെ അതുപോലെ തന്നെ يعيدوا ഇവിടെ നോക്കിയേ. തുഫ്ലിഹു. تفلحوا إذا أبدا. ഓക്കെ. തുഫ്ലിഹു ഇദൻ. അടുത്താരാ? അവിടെ മണിക്കണം. വലന്തു മണിക്കാണ്ട്. ഓക്കെ, അവിടെ നോക്കിക്കാം. أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. തുഫ്ലിഹു. أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا.
أو يعيدوكم في ملتهم ولن تفلحوا ولن تفلحوا إذا أبدا ഇനി ഏതാ ആംഗ്ലോ ആണ് أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا ഒന്നും കൂടി أو يعيدوكم في അവിടെ മണിക്കരുത് യുഈദൂക്കും ഫീന്നില്ല أو يعيدوكم في ملتهم ولن അവിടെയും മണിക്കരുത് അവിടെ വിളിക്കാം ഫീ മില്ലത്തിഹിം വ ആ ഇവിടെയാണ് മണിക്കുക ലൻ തുഫ്ലിഹുലാണ് മണിക്കുന്നത് أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا ഇവിടെ മുതൽ മാത്രം നോക്കിക്കോ ولن تفلحوا إذا أبدا ഇനി ആരും ഓതാനില്ലല്ലോ നിർത്ത സമയമായോ ആ ഓതിയില്ലേ ഓതിയല്ലോ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്